യക്ഷി ഒരു ഫ്രിഡ്ജില് ബ്ലഡിന്റെ പാക്കറ്റ് ഒക്കെ വെച്ച് കുടിച്ച് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒരു മാർവൽ ടൈപ്പിലൊക്കെ പോകുന്ന രീതിയിലേക്ക് മലയാള സിനിമ ആയില്ലേ. ഞാൻ എൻ്റെ പേരെപ്പോഴും വെക്കല് നൊമാഡായിട്ടാണ്. നൊമാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്ത, എനിക്ക് വീടില്ല എപ്പോഴും. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഓൺടർപ്രണേഴ്സ് ആണ് കൂടുതലുണ്ടാവുക. ഉണക്ക കൊള്ളിന്റെ ഒപ്പം നനഞ്ഞ കൊള്ളിയും വെച്ച് കഴിഞ്ഞാൽ എന്താവും, കത്തൂലേ, കത്തും. അതേപോലെ അവരും കത്തും. ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്ലൈഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ഈ ആഷിഖ് അബു ഒക്കെ വന്നതിന് ശേഷം എനിക്ക് മലയാളം സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. നെൽസൺ മണ്ടേല പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ സുലു വംശയർ എല്ലാവരും കൂടി കൂടുന്ന മീറ്റിങ്ങിൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവാറുണ്ട്. എല്ലാവരും സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ സംസാരിക്കാറത്. ആദ്യം ലിസണിങ് ആണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ നാടും വീടും കുടുംബമൊക്കെ വിട്ട് ഇങ്ങനെ പോണ ഒരുത്തൻ. ഞാൻ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഭാര്യനും കൂട്ടിനൊക്കെ ഒഴിവാക്കിയിട്ട്. സാറിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു നദി പോലെ ഇങ്ങനെ ടോപ്പിക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. പഠനം എന്നുള്ളത് നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നേരെ മറിച്ചിട്ട് ഒരാളുടെ ലൈഫിൻ്റെ അവസാനം വരെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം എസ്പെഷ്യലി ബിസിനസ്സുകാരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്ന് 25 വർഷമായി ഈ ഒരു മേഖലയിൽ ശോഭിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ബി സ്കൂൾ എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് MBA കൺസെപ്റ്റ്, അതുപോലെ തന്നെ TBI എന്നുള്ള എക്സിക്യൂട്ടീവ് MBA ഇന്ന് GCCയിലും എസ്പെഷ്യലി ദുബായിലും സൗദിയിലൊക്കെ ആയിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഒരു നായകൻ, ബി സ്കൂളിൻ്റെയും TBIയുടെയും ഒക്കെ കോഫൗണ്ടറും അക്കാദമിക് ഡീൻ കൂടിയായ ഫൈസൽ P. സയ്യിദ്, അദ്ദേഹത്തെ നമ്മളൊരു പോഡ്കാസ്റ്റിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഫൈസൽ സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്കൊന്ന് മലയാളികൾക്ക് വളരെ സുപരിചിതനാണ് സാറുടെ അല്ലെങ്കിൽ ഫൈസൽ സാർ എന്നുള്ളൊരു വ്യക്തിത്വം. ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ MBA എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സംരംഭകരും പഠിക്കണം. പ്രത്യേകിച്ചിട്ട് ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് മുന്നേറണമെങ്കിൽ ഓരോ സംരംഭകരെയും അത്രയും അപ്ഡേറ്റഡ് ആവണം എന്നുള്ളൊരു വലിയൊരു വിഷനുമായിട്ട് എനിക്കൊന്ന് 10,000-ഓളം സംരംഭകരെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ സംരംഭകർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതും ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, UK പോലുള്ള രാജ്യത്തെ ഏറ്റവും സർട്ടിഫൈഡായ കോഴ്സൊക്കെ കൊടുക്കുക എന്നുള്ളൊരു വലിയ വിഷനുമായിട്ട് സാർ ഇപ്പം നിലവിൽ എനിക്കൊന്ന് 25 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ. എങ്ങനെയുണ്ട് സാറിൻ്റെ ഒരു ജേണി, എങ്ങനെ പോകുന്നു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ നമ്മളുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരിക്കലും ഒരു അപ്ലൈഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്കൊരു ഗ്രാജുവേഷൻ കോളേജ് ഉണ്ട്, ബി സ്കൂൾ ഇൻ്റർനാഷണൽ. അപ്പം അവിടെയൊക്കെ എത്രയോ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴും നമുക്ക് എൻഡിൽ മനസ്സിലാവില്ല കുട്ടികളുടെ ഒരു എൻഗേജ്മെൻറ്റോ, പഠനത്തിലൊരു എൻഗേജ്മെൻറ്റോ, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലിൽ അവരുടെ ഒരു ലേണിങ്ങിനോടുള്ള താല്പര്യമോ ഒരിക്കലും സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ എഡ്യൂക്കേഷന് കഴിയുന്നില്ല. പക്ഷേ അതിനൊരു പരിഹാരം തന്ന കമ്മ്യൂണിറ്റി ബിസിനസ്സുകാരാണ്. കാരണം ബിസിനസ്സുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും സ്വന്തമായിട്ട് തുഴഞ്ഞ് അവരുടെ ഒരു ഇൻക്രിമെൻ്റൽ ലോജിക്കിൽ, അവരുടെ ഒരു ബിസിനസ് ലോജിക്കിലാണ് അവരുടെ ബിസിനസ് മോഡൽ ഷേപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരൊരു മണിക്കൂറും കൂടി അതിന് വേസ്റ്റ് ചെയ്യാതെ വരും. അവർ അത്രയും എന്താ പറയുക, ഇൻക്വിസിറ്റീവായിട്ട് ത്വരയോടുകൂടി ക്ലാസ്സിലിരിക്കുന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡൈഹാർഡ് സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അപ്ലൈഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കമ്പനികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കലും വലിയൊരു വെൽത്ത് ക്രിയേഷനും അതിനുപരിയായിട്ട് വലിയൊരു സൊസൈറ്റൽ അബണ്ടൻസ്, സമൃദ്ധി ഉണ്ടാക്കുന്നതിനൊക്കെ വലിയൊരു മാർഗമായിട്ടാണ് തോന്നുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടായ കാര്യം, ഞാൻ ബേസിക്കലി ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് ബിസിനസ്സുകാരുടെ മേഖലയിലേക്ക് മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വല്ലാത്ത ഷിഫ്റ്റായിരുന്നു. അത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈയിങ്ങുമാണ് അവർ. കാരണം ഞാൻ ഓരോരുത്തരെയും വളർച്ചയും ഓരോരുത്തരുടെയും ഇപ്പം കൺസോർഷ്യംസ് ഉണ്ട്, അവരുടെ ബോർഡ് റൂം സംസാരങ്ങൾ, അവരുടെ ബോർഡ് കൂടൽ, ഓരോരുത്തരും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട്. അതെനിക്ക് തരുന്ന ഒരു ആനന്ദം ചില്ലറ ആനന്ദമല്ല പറയാനാണ്. അപ്പം ഇതിലേക്ക് സാർ എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരുപക്ഷെ സാറ് എനിക്കൊന്ന് പുറത്തുനിന്നാണ് വിദ്യാഭ്യാസമൊക്കെ നേടിയതായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ പെയിൻ സാർ അങ്ങനെ ഇത്രയും
ഇത്രയൊരു പെയിൻ ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട് സാറിന് അങ്ങനെ മനസ്സിലായത്? അതായത് ഞാൻ ഈ ബിസിനസ് സ്കൂൾ ഇന്റർനാഷണൽ ഫൗണ്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം, പക്ഷേ അതിലൊരു മിഷൻ എഴുതേണ്ടിയിരുന്നു. ചിലരൊക്കെ പറഞ്ഞോട് ഇന്റർനെറ്റ് നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് എടുത്തുകൂടെ, Copy paste ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഒരു മിഷൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണോ എനിക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു 2 വർഷത്തോളം അതൊരു ഭയങ്കര വേഗമായിരുന്നു. കാരണം ഞാൻ ഈ പ്രൊജക്റ്റ് സത്യത്തിൽ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റ്ലി ഞാൻ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അത് മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാറിലോ നമ്മളെ നാട്ടിലെ ആളുകളിലോ അതൊരിക്കലും ഇത് ക്ലിക്കാവില്ല എന്നില്ല. കാരണം സമാനതകളിലെ കോളേജുകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് അവിടെ. പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ കൂട്ടുകാരായി വന്നതിൻ്റെ ഒപ്പം ചേരാൻ വന്നവരും അവരും എഡ്യൂക്കേഷൻ എക്സ്പോസ്ഡ് അല്ല. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യലും ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലും അത് വലിയൊരു ടാസ്ക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യമൊന്നും ഇതിലേക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ കരുതിയവനാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അപ്ലൈഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. പക്ഷെ അതൊരു ഇപ്പോൾ മലപ്പുറം ജില്ലേനെ പോലത്തെ വളരെ ആളുകൾ സാധാരണ ബാക്ക്വേർഡ് എന്ന് പറയും. പക്ഷെ ഒരു സൈഡിൽ ഒരു കാലഘട്ടത്തിൽ ബാക്ക്വേർഡ് ആയിരുന്നല്ലോ ഒരു മലബാർ എന്നുള്ളത്. ബാക്ക്വേർഡ്നെസ്സിനെ ഞാനൊരു മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് ആ ബാക്ക്വേർഡ്നെസ്സിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ തെക്കൻ കേരളത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 2 സ്കൂളുണ്ട്. തെക്കൻ കേരളത്തിലൊക്കെ ധാരാളം ടീച്ചർമാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ തിരൂര് വിട്ടുപോകാറില്ല. അപ്പോൾ മൂല്യങ്ങളെ ബേസിൽ ഞങ്ങൾ ഭയങ്കര ഫോർവേഡാണ്. അല്ല എന്നിരുന്നാലും ഒരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര എഡ്യൂക്കേഷൻ സൈഡിൽ ഞങ്ങൾ ബാക്ക്വേർഡ് ആയിരിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നു. മൂല്യങ്ങളായാലും സ്നേഹിക്കലായാലും അതുപോലെ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ഏരിയയിലെ ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആണ്. അതൊരിക്കലും ബാക്കിയുള്ള ഏരിയകളൊക്കെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് അംഗീകരിക്കുന്നത് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് മലബാർ എന്നുള്ള ഒരു മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം തെക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ വിപ്ലവവും മലബാർ തെക്കൻ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ആൾക്കാരെ ഞാൻ കണ്ടിടത്തോളം പ്രത്യേകിച്ച് എറണാകുളം, തൃശ്ശൂർ, കോട്ടയം ഭാഗത്തുള്ള ആൾക്കാരാണ് കേരളത്തിൽ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാസം. ഇപ്പോൾ നമുക്കൊരു നല്ല HR കിട്ടണമെങ്കിൽ അവിടുത്തെ ആൾക്കാർ വേണം, അതൊരു സംശയവും. അത് അവിടുത്തെ ആളുകളുടെ പ്രത്യേകത തന്നെയാണ്. നമ്മൾ അതിലൊക്കെ കുറച്ചൊക്കെ ബാക്ക് തന്നെയാണ്. പക്ഷെ ആ മൂല്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ മിഷൻ എഴുതിയ സമയത്ത് ഏകദേശം 2 വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ട് മിഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ഇട്ട വിഷൻ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ, ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ മലബാറിലെ കുട്ടികളെ സന്നദ്ധരാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം, അണ്ടിൽ അതർവൈസ് അവിടുത്തെ സ്കൂളുകളും കോളേജുകളും ഡെവലപ്പ് ചെയ്യാത്തടത്തോളം കാലം, ഈ എഡ്യൂക്കേഷനിൽ വരാത്തടത്തോളം കാലം അത് ഷെയ്പ്പ് ആവില്ലായിരുന്നു. അപ്പോൾ അതിന് അതായത് ഇന്ത്യൻ അറൗണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കോളേജസിനെയും ഒക്കെ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചെയ്ത എഡ്യൂക്കേഷനുമായിട്ട് അതിൻ്റെ ഒരു എക്സ്പോർട്സ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത് HR എങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നില്ല എനിക്ക് യാതൊരു ഇതില്ലായിരുന്നു. ഈ അതിൻ്റെ HR മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ ആളാണ് താഹിർ സാറാണ് ആ HR മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനലി കംപ്ലീറ്റ് ചെയ്ത്. അതേസമയത്ത് ഒരു 4മത്തെ സാധനം എനിക്ക് തോന്നിയിരുന്നു എപ്പോഴും. കാരണം ബിസിനസ്സുകാർ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഈ കൊമേഴ്സ്യൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അവർക്ക് ബിസിനസ്സുകാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ബിസിനസ്സുകാർ ജനശതാബ്ദി എക്സ്പ്രസ് പോലെ ഇങ്ങനെ പോകും. നമ്മളൊക്കെ എക്സ്പീരിയൻസ് MBA ചെയ്യുമ്പോഴും അതിൽ അവർ പുസ്തകം നോക്കിയിട്ടില്ല, കുറച്ച് സ്ലൈഡ് നോക്കിയിട്ട് ഈ പറഞ്ഞ റിയൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഒരു പേരിനൊരു ഇൻഡസ്ട്രി വിസിറ്റ് എന്നോ അല്ലെങ്കിൽ അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലൊക്കെ പലപ്പോഴും കേരളത്തിൽ എനിക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ കെയർഫുള്ളി ക്രാഫ്റ്റ് ആയിട്ട് എഴുതിയൊരു സാധനമായിരുന്നു, ഇന്ത്യൻ അറൗണ്ട് ബിസിനസ്സിനെ ആ സ്ഥാപനവുമായിട്ട് കണക്ട് ചെയ്യാന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം സ്വപ്നത്തിലാണ് ആ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയത്. ആ സമയത്തും ഇതുപോലുള്ള ഒരുപാട് ആശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് എങ്ങനെ നിങ്ങൾ ആ ഒരു പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്തു, എങ്ങനെ അവിടുന്ന് അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറഞ്ഞില്ല, ആ ഒരു വിഷന്റെ ഒരു 4 എലിമെൻ്റാണ് അതിനെ എൻലാർജ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നിടത്തോളം എൻ്റെ പാർട്ട്നേഴ്സും സ്ലോലി അവർക്കും അതിൻ്റെ ഓരോ എലിമെൻറ്റിലൂടെയും പോകുന്നത് കണ്ടു. ഇപ്പോൾ എനിക്ക് ഹൺഡ്രഡ്സ് ഓഫ് സ്കൂൾ കോളേജിൽ ഞാൻ പോയിട്ട് ഒരു ഉറുപ്പ്യ പൈസ വാങ്ങിക്കാതെ, കാരണം ആ സ്കൂൾസിനും കോളേജസിനും ഡെവലപ്പ് ചെയ്യണം. ഹൺഡ്രഡ്സ് ഓഫ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇതിലേക്കുള്ളൊരു ടിപ്പിംഗ് പോയിന്റ് വന്നത് ഈ ഇൻ ആൻഡ് അറൗണ്ട് ബിസിനസ് സ്ഥാപനങ്ങളെ ഡെവലപ്പ് ചെയ്യണം. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ പറയും, ഒരു ബിസിനസ്സുകാരൻ്റെ വർക്കാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാളെ മിനിമം ഒരു കോഫി
ഇട്ടെങ്കിലും എന്താക്കണം നിങ്ങൾ പിന്നെ അവരുടെ ഒപ്പീനിയൻ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യണം. നമ്മൾ കുട്ടികൾ ഒരിക്കലും ചെയ്യാറില്ല. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ബിസിനസ്സുകാർ വീണ്ടും സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ കോഫി ഷോപ്പിലിരിക്കുമ്പോൾ എനിക്ക് ജാഫർ ഓർബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ വന്നു എന്നെ കാണാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു കൺസൾട്ടൻസി ചെയ്തു തരുമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൺസൾട്ടൻസിയിൽ ഇൻട്രസ്റ്റഡ് അല്ല, ഞാൻ ബേസിക്കലി ഒരു ഇങ്ങനെ എന്താ പറയുക ബിസിനസ് പേപ്പേഴ്സിൻ്റെ റിസർച്ച് ഇതൊക്കെയാണ് എൻ്റെ താല്പര്യം, അതിലെ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തതൊക്കെയാണ് എൻ്റെ താല്പര്യം, ഞാൻ അതിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ്. അദ്ദേഹം പറഞ്ഞു അല്ല സാർ ഒരു കൺസൾട്ടൻസ്. ഞാൻ ചോദിച്ചു നിൻ്റെ പണി എന്താണെന്ന് വെച്ച് പറഞ്ഞു സോ ഞാൻ നമ്പർ പ്ലേറ്റ് അടിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, ഈ നമ്പർ പ്ലേറ്റ് അടിക്കുന്ന ഒരു ബിസിനസ്സിന് ആണല്ലോ എന്നെ വിളിച്ചെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കക്ഷി രണ്ടാമത്തെ വർഷൻ്റെ ക്ലാസ്സിലുണ്ട്. അവന് ഏകദേശം ഒരു 500-550 എംപ്ലോയീസ് ഉണ്ട്. 8-9 രാജ്യങ്ങളാവും ബിസിനസ് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കണേ നമ്മളാണല്ലോ ബിസിനസ്സുകാർ അവരുടെ എളിമോണ്ടാണ് അവർ നമ്മളോട് അങ്ങനെ അഡ്രസ്സ് ചെയ്യണത്. കാരണം അവർക്കൊരിക്കലും അത് കാണിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഒരു എൻജിനീയർ അസീസ് വന്നു. അപ്പോൾ അസീസാണ് ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ ഞാൻ ഈ സിലബസിനെ പെക്കാൻ അവനോട് ക്രാഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർക്ക് ആകെ പർച്ചേസും സെയിൽസും ആണ് അറിയുന്നതെന്നില്ല, വേറെ ഒന്നും ഇവർക്ക് അറിയില്ല എന്നല്ലേ. പിന്നെ ഒരു എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്പ് വെച്ചു. അത് എനിക്ക് തോന്നത്തോളം അതിൻ്റെ ഫസ്റ്റ് എൻഡ് മുതൽ ലാസ്റ്റ് എൻഡ് വരെ ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ സിലബസ് ക്രാഫ്റ്റ് ചെയ്ത്. ദെൻ അവിടുന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ ട്രിഗർ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ പേപ്പേഴ്സിലും കയറുവാണ്. അപ്പോൾ ആ പേപ്പറിലൊക്കെ ഒരു സിസ്റ്റംസ് ഇങ്ങനെ ഫോം ചെയ്യായിരുന്നു. പിന്നെ ലിറ്ററലി ഇതിൻ്റെ ഇത് പോയിന്റ് വന്നത് പിന്നെ അൽസലാം അപ്പത്തെ എബൈറ്റിൻ്റെ ലീഡറായിട്ടുള്ള ഷംസുക്ക കൺസൾട്ടൻസിക്ക് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സാർ എനിക്ക് കൺസൾട്ടൻസിക്ക് താല്പര്യമില്ല, അതിന് പകരമായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പം അദ്ദേഹമാണ് സത്യത്തിൽ ഇതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോമിലേക്ക് കൊണ്ടുപോയത്. നമ്മളായിട്ടൊരു അഗ്രിമെന്റ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ജേണി. അപ്പം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു മാർക്കറ്റിലെ പെയിൻ മനസ്സിലാക്കുന്നു, പിന്നെ കുറേ ലീഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യും. സാറപ്പയും പറയാം സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്നുള്ള രൂപത്തിൽ തന്നെ ഒരുപാട്. കാരണം മലബാറിലും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളുടെ പേര് നമുക്കറിയാമായിരുന്നു. പഴയ പ്രതാപമുള്ള ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ലീഡേഴ്സിൻ്റെ പേര് നമുക്കിപ്പം മലബാറിലെ ബിസിനസ്സുകാരുടെ പേര് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ്സുകാരുടെ പേര് വരുന്നുണ്ട്. അപ്പം അതിൽ സാറിനൊക്കെ വലിയ റോൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബോസ് എന്ന് മാറി ഒരു ലീഡർ ഇപ്പം ഒരു സാർ പറഞ്ഞ ഏറ്റവും ന്യൂ ജൻ ആളുകൾക്ക് വേണ്ടത് ലീഡേഴ്സിൻ്റെ അടുത്തേക്ക് വരാനാണ്. അവർ വർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര റിലവൻ്റ് ആണല്ലോ. അപ്പം ആ ലീഡർഷിപ്പിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ഒരു ടാസ്ക് ആയിരിക്കുമല്ലോ സാർ. അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? അവരുടെ ഒരു ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, പ്രത്യേകിച്ച് അവർക്കൊരു കുറേ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അവരുടെ ഒരു ഈഗോവും കാര്യങ്ങളൊക്കെ അതെങ്ങനെ ഒരു ക്ലാസ്സിൽ വന്നിരുന്നത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഇടത്തിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കൺട്രോളാണ്. അതായത് ബിസിനസ്സുകാർ ടൈം, പിന്നെ എന്താ പറയുക ക്വാളിറ്റി, അതേപോലെ തന്നെ എന്താ പറയുക മണി, ഇതിൻ്റെ ഒരു കൺട്രോളിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പം ഒരു ഓൺ ടൈമിൽ ഒരു സാധനം ചെയ്യണം അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ഒരു സാധനം ചെയ്യണമെങ്കിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റി ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ടൈമും റിസോഴ്സും കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് എന്താ പറയുക കോസ്റ്റാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ എന്താ വേണ്ടി വരും, ക്വാളിറ്റിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു ഡൈനാമിക്സിലാണ് മിക്കവാറും എല്ലാ ബിസിനസ്സുകളും വളരെ ടൈറ്റ്ലി കൺട്രോളിൽ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ട ബിസിനസ്സുകാരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും മനസ്സിലായിട്ടുള്ള HR-നെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോളിലൂടെയാണ് നിലനിർത്തേണ്ടതെന്നുള്ളതാണ്. പക്ഷേ ലീഡർഷിപ്പ് അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. മാനേജ്മെൻറ്റും ലീഡർഷിപ്പും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ലീഡർഷിപ്പ് കുറേ കൂടി ഒരു ഇൻഫ്ലുവൻസിങ് സാധനമാണ്, അതൊരു ഇൻസ്പിറേഷണൽ സാധനമാണ്. ഇപ്പം ഒരു ലീഡറിന് 5 പവറുണ്ട്. ഒരു മാനേജർ മിക്കവാറും ഒരു ലെജിറ്റിമേറ്റ് പവർ എടുക്കും അദ്ദേഹത്തിന് ആ മാനേജറിയൽ പോസ്റ്റിൽ. രണ്ടാമത്തെ അയാൾക്കൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവർ ഉണ്ട്. അതായത് അയാൾക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സബോർഡിനേറ്റിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കാൻ പറ്റും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് അവനെന്താക്കാൻ പറ്റും, നെഗറ്റീവ് പവർ ഉപയോഗിച്ചിട്ട് താഴ്ത്താനും പറ്റും. പക്ഷേ ലീഡേഴ്സ് ഈ പവറൊന്നുമല്ല യൂസ് ചെയ്യുക. ലീഡേഴ്സ് യൂസ് ചെയ്യുന്ന പവറാണ് എക്സ്പെർട്ടൈസ് ആൻഡ് റെഫറൽ പവർ. എക്സ്പെർട്ടൈസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, IT, R&D, ഒരു 50 വർഷത്തെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഒരു വിഷനൊക്കെ ക്യാരി ചെയ്യുന്ന ആളാണ് ബേസിക്കലി ലീഡറാവുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സിലോ ഇൻഫർമേഷൻ ആയിരിക്കുമല്ലോ, ഒരു സെയിൽസ് മാത്രമാവില്ല അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാത്രമാവില്ല, അദ്ദേഹത്തിന്
ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കമ്പനി ആസ് എ വോൾ ഒരു ഒരു ഹെലികോപ്റ്റർ വ്യൂ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ ബിസിനസ് ആസ് എ വോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അവിടുത്തെ ഏതൊരു മാനേജർ വരുമ്പോഴും അവർക്കൊക്കെ ആ ഫങ്ഷണൽ ആംഗിളിലെ വ്യൂ ഉണ്ടാവുള്ളൂ. ഒരു ഫിനാൻസുകാരാണ് ആ ഫിനാൻസിൻ്റെ ആംഗിൾ ഉണ്ടാവും, എച്ച് ആറിനാണെങ്കിൽ എച്ച് ആറിൻ്റെ ആംഗിൾ ഉണ്ടാവും, സെയിൽസിനാണെങ്കിൽ സെയിൽസിൻ്റെ ആംഗിൾ ഉണ്ടാവും. അപ്പോൾ ട്രൂ ലീഡർഷിപ്പിൽ ഈ ആൾക്കാർ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും ക്രോസ് ഓവർ ചെയ്തിട്ടുള്ളൊരു തോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. അതാണ് അവരുടെ എക്സ്പെർട്ടൈസ് നോളജ്. അങ്ങനത്തെ ഒരു എക്സ്പെർട്ടൈസ് നോളജ് ഇല്ല ആളെ അവിടുത്തെ എച്ച് ആറും മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും ഐ ടിക്കാരനൊക്കെ എന്താക്കും, സംശയം ചോദിക്കാൻ വിളിക്കും. സാറ് അക്കോർഡിംഗ് ടു യു ഒരു ലീഡർ എന്ന് വെച്ചാൽ സാറൊന്ന് ചുരുക്കി ഡിഫൈൻ ചെയ്യാൻ, വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എച്ച് ആർ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, ഐ ടി, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് വ്യക്തമായിട്ട് അവന് അറിയണം. ആ എക്സ്പെർട്ടൈസ് നോളേജ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പക്ക ഒരു സിസ്റ്റം വ്യൂ വരും. ആ സിസ്റ്റം വ്യൂ ഉണ്ടാകുമ്പോൾ അവനൊരു ഇൻഫ്ലുവൻഷ്യൽ പവർ അവിടെ വരും. ആ ഇൻഫ്ലുവൻഷ്യൽ പവറിൽ അവന് ചെയ്യേണ്ട ഏറ്റവും വലിയ സാധനം ലീഡർഷിപ്പിനെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എച്ച് ആർ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ ഇത് ഒരു ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിന് രണ്ടാമത്തെ ഘടകം അതിൻ്റെ പ്രോസസ്സസ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സസിനെ നമ്മൾ ടാസ്ക്കായിട്ടാണ് പറയുക. ഈ ടാസ്കിനെ മാത്രം പണിയെടുപ്പിക്കുന്ന ഒരു ലീഡർ ആണെങ്കിൽ എച്ച് ആർ വെറുക്കും. പക്ഷേ ടാസ്കിനോ റിലേഷൻഷിപ്പിലൂടെ ചെയ്യുമ്പോഴാണ് ലീഡർഷിപ്പ് ഫോം ആവുന്നത്. സാർ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ പവർ എന്നുള്ളത് ഇപ്പോഴത്തെ 2025 അവസാനത്തിൽ നമ്മൾ നിൽക്കുന്നത് വളരെ റിലവൻ്റ് ആയിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന. ഫർഹാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഫർഹാന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഫർഹാന്റെ ജീവിതത്തിൽ ഫാമിലി മെമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. അവർ നമ്മളെ കമാൻഡ് ആൻഡ് കൺട്രോളിലല്ല സ്വാധീനിച്ചത്, അവർ നമ്മളെ ആ ഇൻഫ്ലുവൻസിലാണ്. ആ ഇൻഫ്ലുവൻസ് അഥവാ ലീഡർഷിപ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒരു കമാൻഡ് ആൻഡ് കൺട്രോളോ ഷൗട്ടിങ്ങോ തൻ്റെ എംപ്ലോയിൻ്റെ മേലെന്താവില്ല, ഉപയോഗിക്കില്ല. അയാളെപ്പോഴും ബേസിക്കലി ആ ഇൻഫ്ലുവൻസിങ് പവറാണ് ഉപയോഗിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലീഡർഷിപ്പ് ഒരു റയർ കമ്മോഡിറ്റിയാണ്. അഥവാ പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താക്കണം, ട്രഷർ ചെയ്യണം. അപ്പോൾ നെൽസൺ മണ്ടേലിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഈ ലീഡർഷിപ്പിലെ ആൾക്കാർ സംസാരം വളരെ കുറവായിരിക്കും. ഇപ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ സുലു വംശയർ എല്ലാവരും കൂടി കൂടുന്ന മീറ്റിങ്ങിൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവാറുണ്ട്. എല്ലാവരും സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ സംസാരിക്കാറത്. അപ്പം അതിൽ നിന്നാണ് ഞാൻ എന്തായത് ആദ്യം ലിസണിങ് ആണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഇപ്പം ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറയുമ്പോൾ ബ്രാൻഡുകൾ ഇപ്പം നമ്മളിപ്പം പറയുന്ന പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണല്ലോ ഒരുപാട് ഓൺട്രപ്രണർ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഗ്രോ ചെയ്യുന്നത്. അതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? ബ്രാൻഡും അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡും ഈ ഇൻഫ്ലുവൻസ് പവറും എസ്പെഷ്യലി 2026 വരാൻ പോവാണ്, ഒരു പുതിയ കാലഘട്ടത്തിൽ തന്നെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഫർഹാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ബേസിക്കലി മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജിക് പാർട്ടാണ് ബ്രാൻഡിങ്. അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടാക്റ്റിക്കലായിട്ട് മാർക്കറ്റിംഗ് കാണുന്ന ഒരു കമ്പനി സെയിൽ ചെയ്യുക, റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് മാർക്കറ്റിങ്ങിന് ഒരു സ്ട്രാറ്റജിക് ആയിട്ട് കാണുന്ന കമ്പനി അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് ധാരാളം ബിൽഡേഴ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ ശോഭ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മേനൻ്റെ കമ്പനി അവർ എയർപോർട്ടിൽ ആഡ് ഇടുന്നുണ്ട്, അവർ ഷെയ്ഖ് സൈദ് റോഡിൽ ആഡ് ഇടുന്നുണ്ട്. അവർക്ക് 4 മില്യണും 6 മില്യണും 8 മില്യണും അവരുടെ ബിൽഡിങ്സും പ്രൈസ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ വാങ്ങിക്കും. അതേ 4 മില്യണും 8 മില്യണും എന്താ പറയുക 10 മില്യണും ഈ ബ്രാൻഡിങ് ചെയ്യാത്തൊരു ബിസിനസ്സുകാരന് എന്താക്കാൻ പറ്റില്ല, കിട്ടില്ല. അപ്പം ബ്രാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ മേനൻ സാറിനൊക്കെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും, അത്രയും കോസ്റ്റ് ഇറക്കുമ്പോൾ അതൊരു സങ്ക് കോസ്റ്റാണ്. ഒരിക്കൽ ഇറക്കിയ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ അത് സ്ലോലി ആഡപ്പ് ചെയ്യുന്നുണ്ടോ. അതായത് ഒരു പ്രൊഡക്റ്റിനും സർവീസിനും അതിൻ്റെ ഒരു ഫങ്ഷണൽ വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ അതിനൊരു ഇമേജ് വാല്യൂ ഉണ്ട്. ഈ ഇമേജ് വാല്യൂ ശരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട സാധനമാണ്. ഇപ്പം ഇമേജിനെ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? ഇമേജിന് ഇപ്പം ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡെഡായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജീവല്യ സാധനങ്ങൾ അതിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ ആദ്യം ആ ഓണേഴ്സിൻ്റെ വിഷനൊന്ന് സംസാരിക്കേണ്ടത്. ഇന്നിപ്പം ലോകത്ത് എല്ലായിടത്തും നമ്മൾ കാണുന്നത് ജെഫ് ബെസോസ് ആയാലും പിന്നെ എലോൺ മസ്ക് ആയാലും അതേപോലെ തന്നെ സ്റ്റീവ് ജോബ്സും ഇവരൊക്കെ അവരുടെ ആ ഒരു പേഴ്സണൽ വിഷനെ വളരെ സക്സസ്ഫുള്ളി ആർട്ടിക്കുലേറ്റ് ചെയ്തവരാണ്. ഈവൻ മാർക്ക് സക്കർബർഗ് വരെ മീഡിയയിൽ വന്നും എല്ലായിടത്തും വന്നു. കാരണം അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസിന് അവരായിരുന്നു ജീവൻ കൊടുത്തിരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ ഒരു സൈഡിലാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ജസ്റ്റ് ഒരു ഓതൻറ്റിക് അല്ലാതെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനം ഉണ്ടാവും. ഇപ്പോൾ ജെഫ് ബെസോസിൻ്റെ കേസ് നോക്കിയാട്ടെ, 1997 ആരംഭിച്ച സ്ഥാപനം
9-10 വർഷത്തോളം ഒരു ഉറുപ്പ്യ അത് എന്താക്കിയിട്ടില്ല, ക്യാഷ് ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് പലപ്പോഴും CNN IBCയിലൊക്കെ ആൾക്കാർ ട്രോൾ ചെയ്യുമായിരുന്നു, വെറും ക്യാഷ് സക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന വലിയൊരു ഓർഗനൈസേഷനായിട്ട്. പക്ഷേ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് അയാൾ വിഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ ആ വിഷൻ അയാൾ ഉറച്ചു നിൽക്കും. മാർക്ക് സക്കർബർഗ് ഇതേപോലെ തന്നെയാണ്. 9 വർഷത്തോളം ഫേസ്ബുക്ക് ഒരു എമൗണ്ടും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവർ വിഷണറി ബിസിനസ്സുകാരാകുമ്പോൾ അതിന് ഉറച്ചു നിൽക്കുന്നവരാണ്. ഇപ്പം ഞാനും എൻ്റെ പാർട്ട്നേഴ്സിനോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും കൂടിയാണ് ആ ബി സ്കൂൾ ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനം കോംഫോർഡ് ചെയ്ത്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഈ വിഷൻ അതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ കുറേ ആൾക്കാർ നമ്മളിപ്പം കൂടും. അതേസമയത്ത് കാശില്ലാത്തപ്പോഴും ആ വിഷൻ ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ അതാണ് അവർ കറക്റ്റ് ആൾക്കാർ. അപ്പോൾ അവർ എല്ലാം, അപ്പോൾ ആ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഏതെല്ലാം വിനയം കാണിച്ചോ, ഗ്രോത്തിൻ്റെ സമയത്ത് അവർ ആ വിനയം കാണിക്കും. ചിലരെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഭയങ്കര വിനയം വീക്ക്നെസ് ഒക്കെ കാണിക്കും, പക്ഷെ ഗ്രോത്ത് വരുമ്പോൾ ഭയങ്കര അഹങ്കാരം കാണിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രൗണ്ടഡ് ആവാൻ പറ്റണം. നബിനെ പറ്റി പറഞ്ഞ വലിയൊരു കാര്യമില്ലേ, നബി എന്താ പറയുക, തൻ്റെ നാടായ മക്കത്തുനിന്ന് നബിനെ അടിച്ചോടിക്കുകയാണ്, അവരുടെ വീടുകൾ റാൻസാക്ക് ചെയ്യുകയാണ്, അവരുടെ കച്ചവടങ്ങളെ പിടിച്ചെടുക്കപ്പെടുകയാണ്. നമുക്കൊക്കെ നമ്മൾ ജനിച്ച മണ്ണിൽ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എത്ര വിഷമാണ്. അവസാനം വിജയശ്രീലാളിതനായിട്ട് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് എന്തും ചെയ്യാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് എന്തായിരുന്നു, അള്ളാഹുവിൻ്റെ അബ്ദിനെ അള്ളാഹു സഹായിച്ചു, അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹു സഹായിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രൂരത ചെയ്ത ആളുകൾക്കും പുറത്തു കൊടുക്കുകയാണ് അദ്ദേഹം. അപ്പോൾ യഥാർത്ഥത്തിൽ ലീഡർ അങ്ങനെയാണ് വേണ്ടത്. നമ്മളുടെ കഷ്ടതകളുടെ കാലത്ത്, വിഷമങ്ങളുടെ കാലത്ത് നമ്മൾ ഏതുപോലെ നമ്മളുടെ വിനയം കാണിച്ചോ, ഗ്രോത്തിൻ്റെ സമയത്തും ഇതേപോലെ വിനയവും കാര്യങ്ങളും കാണിക്കണം. അല്ലാതെ നമ്മളുടെ പൊസിഷൻ എടുത്തുകൊണ്ട് പവർ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ലീഡർഷിപ്പ് നിലനിൽക്കില്ല. ഇവിടെ എനിക്ക് അതിൽ ഇപ്പോൾ ഏടിയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എസ്പെഷ്യലി നമ്മൾ മലബാറിലൊക്കെ ഒരുപാട് വലിയ വലിയ ഓൺടർപ്രണേഴ്സ്, ഒരുപാട് മില്യൺസിൻ്റെ റവന്യൂ ഉള്ള ആളുകൾ ഈ പറഞ്ഞ വിനയം ഉണ്ട്. പക്ഷേ അവർക്ക് ഈ ഫേസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ വിഷൻ ഒരു നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. എസ്പെഷ്യലി കാരണം ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഇത് പാസ് ചെയ്യണം. കാരണം ഒരു ചുരുങ്ങിയ സമയം കഴിഞ്ഞാൽ ഇവർ പോയി സെക്കൻഡ് ജനറേഷൻ ഇത് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ആ ലീഡർഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യാത്തത് വീണ്ടും ഇത് പറയുന്നത്, അത് എക്സ്പെർട്ടൈസ് റെഫറൽ പവർ ഇല്ലാത്ത ആൾക്കാരാണ് ലെജിറ്റിമേറ്റ് പവറിലെ പവർ എടുക്കുള്ളൂ. ഇപ്പം ഒരു HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ IT സ്കിൽ നോളേജ് ഇല്ല, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ വിഷൻ ക്യാരി ചെയ്യുന്ന ആൾ ഒരിക്കലും പ്ലാസ്റ്റിക് ആവില്ല. അയാൾ ഓതൻറ്റിക്കായിട്ട് ആ പ്രോസസ്സിൽ മുഴുകുന്ന ആളായിരിക്കും. അതേസമയത്ത് ആ ലെജിറ്റിമേറ്റ് പവർ തൻ്റെ പൊസിഷൻ എടുത്ത് ഞാൻ ഭയങ്കരനാണെന്ന് പറയുന്നവനാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്താക്കുക, ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പം എന്നൊരു സ്ഥാപനത്തിൻ്റെ CEO ആക്കി, എന്നൊരു സ്ഥാപനത്തിൻ്റെ CMD ആക്കി, അല്ലെങ്കിൽ എന്നൊരു സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ ആക്കി കഴിഞ്ഞാൽ ആ പൊസിഷൻ ജസ്റ്റ് പൊസിഷനാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രോസസ്സുകൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് എൻ്റെ താഴെക്കടലിലെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എൻ്റെ വിനയം കാണിക്കുമ്പോഴാണ് ആ ഇൻഫ്ലുവൻഷ്യൽ പവർ അവിടെ ഉണ്ടാവുന്നത്. പല ആളുകൾക്കും അതാണ് എന്താവുന്നത്, മിസ്സാവുന്നത്. ഇപ്പം സാറാണെങ്കിൽ പോലും, ഇപ്പം സാറ് എനിക്കൊന്ന് മലപ്പുറത്ത് നിന്നാണ് തുടങ്ങിയത്, കോട്ടക്കലാണ് തോന്നുന്നു ബി സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പം അത് UAE വന്നു, വീണ്ടും കഴിഞ്ഞ വർഷത്തൊട്ട് എനിക്കൊന്ന് സൗദിയിലും സ്റ്റാർട്ട് ചെയ്തു. ഒരു GCC ഉള്ളൊരു മാർക്കറ്റിംഗ് ട്രെൻഡ് എന്താണ് ഒരു ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം? എസ്പെഷ്യലി നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന ഒരു വലിയൊരു സോഴ്സ് ആണല്ലോ. ഞാൻ കണ്ടിടത്തോളം ഏറ്റവും അഡ്വാൻസ്ഡ് ബിസിനസ്സുകാരില്ലേ ദുബൈയിലാണ്. ദുബായ് എപ്പോഴും നമ്മളെ അമ്പരപ്പിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം തന്നെ ഞാൻ നാട്ടിലെ കേസ് സ്റ്റഡീസും ദുബൈയിലെ കേസ് സ്റ്റഡീസും പലപ്പോഴും ഡിഫറെൻ്റ് ആക്കാറുണ്ട്. കാരണം ദുബൈയിൽ ഇവരിതിനൊക്കെ എക്സ്പോസ്ഡ് ആണ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റത്തിന്. രണ്ടാമത് ദുബൈയിലെ ബിസിനസ്സുകാരെ കണ്ട ഒരു എക്സ്റ്റൻസീവ് ട്രാവലിംഗ് ആണ്. മൂന്നാമത് ഞാൻ അവരിൽ കണ്ട ഏറ്റവും വലിയ സംഭവം, അവർ ഭയങ്കരമായിട്ട് ആളുകളെ ചേർത്ത് പിടിക്കുന്നവരാണ്. അപ്പം ദുബായ് ബിസിനസ്സുകാരിൽ കണ്ടപ്പോൾ ഇക്വിറ്റോറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസോർഷ്യമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ദുബൈയിൽ. അപ്പോൾ അതിലെ ചെയർമാനും സിദ്ദിഖ് ഭായും CEO ഷംസുഖൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പിന്നെ സിദ്ദിഖ് ഭായൊക്കെ ആ ലീഡർഷിപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരിപൂർണമായിട്ട് അതിലെല്ലാ മെമ്പേഴ്സിനും ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരെ ഭാര്യമാർ, അവരെ കുട്ടികളെല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അയ്യൂബ് കല്ലട, പിന്നെ ഹാരിസ് ബിസ്മി, പിന്നെ മറ്റേ ജാസ് അഡ്വർടൈസിങ്ങിലെ ഉസ്മാൻ ക, അതുപോലെ കുറച്ച് 2 യങ്സ്റ്റേഴ്സുണ്ട്, ഫാസിൽ, ക്ലാസിക് ഗോൾഡിൻ്റെ ഫാസിൽ, പിന്നെ സോണ റോസ്റ്റിൻ്റെ മുബീറും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരിപൂർണമായിട്ട് എനിക്ക് തോന്നിയിടത്തോളം ഇവർ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൽ ഭയങ്കര ഉഷാറാണ്. പിന്നെ നാട്ടിൽ
അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്, ഒരു സൊസൈറ്റിയിൽ ഒരു മഹല്ല എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അത്ര ചേർത്ത് പിടിക്കൽ അവിടെ കാണില്ല. സൗദി പിന്നെ എനിക്ക് തോന്നിയിടത്തോളം സൗദി കുറേ കൂടി ബാക്കിലാണ് പല കാര്യങ്ങളും ബിസിനസ്സുകാരും. അപ്പോൾ അവിടെ കുറേ വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു എക്കണോമിയുടെ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ സൗദി ഭയങ്കര ബൂമിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എത്രയോ സോവറിൻ ഫണ്ടിൻ്റെ പണം അവിടെ വരികയാണ്, ധാരാളം കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് വരെ എത്രയോ ബില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കൻ കമ്പനീസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെയും പിന്നെ എന്താ പറയുക, ബെറ്റർ സിസ്റ്റത്തിനും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും സാധ്യമാവുന്നില്ല വിശ്വാസക്കാരനാണ് ഞാൻ. അല്ല, ഇപ്പം സാറൊക്കെ തുടങ്ങി വെച്ച ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഈ കൺസോഷ്യംസ്. ആ ഒരു ട്രെൻഡ് എനിക്കൊന്ന് മലയാളി ബിസിനസ്സുകാരുടെ ഇടയിലേക്ക് ആ ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നിട്ട് ഒരുപാട് കൺസോഷ്യംസ് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവരും പ്രൊജക്റ്റുകളിലും സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മുന്നേ ആണെങ്കിൽ നമ്മളൊരു കച്ചവടം ചെയ്യുന്നു, ലാഭം ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഇപ്പം ബ്രാൻഡ് സെല്ലിങ്ങിലേക്കും വാല്യുവേഷനിലേക്കും ഒരു IPO എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ ഒരു ഡ്രീം ചെയ്യാൻ ഒരുപാട് മലബാറിലുള്ള ഓഡിയൻസ് അല്ല മലബാറിലുള്ള ബിസിനസ്സുകാരൊക്കെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ഒരു പോസിറ്റീവ് തോട്ടൊക്കെ സാറിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കോവിഡിന് ഞാൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡൻസ് ഇങ്ങനെ പറയും, ഞങ്ങളുടെ ആ സോഷ്യൽ നെറ്റ്വർക്ക് അസ്തമിക്കരുത്. അപ്പോൾ എനിക്കെപ്പോഴും ഒരു ബാച്ച് ഇറങ്ങിപ്പോകും. എൻ്റെ ഫസ്റ്റ് XMBA അതേപോലെ ഞാൻ ഗ്രാജുവേഷനും ഞാൻ മജ്ലിസ് കോളേജിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ ഇറങ്ങിപ്പോയി എനിക്ക് ഭയങ്കര വേദന. ഞാൻ ഭയങ്കര ഡിപ്രഷനിലാവും. കാരണം നമ്മളൊരു 3 കൊല്ലത്തോളം അവരെ പരിചയമാണ്. പിന്നെ ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് അവരായിട്ട്. കോഫി ഷോപ്പിലും എല്ലായിടത്തും തന്നെ ഹാങ് ഔട്ട് ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടും ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഒപ്പം ഹാങ് ഔട്ട് ചെയ്യുമ്പോഴാണ്. അതേസമയത്ത് എൻ്റെ വർക്കിംഗ് സ്പേസിൽ ഞാൻ നോക്കൽ അതിൽ ഏറ്റവും വീക്കറായിട്ടുള്ള യങ്സ്റ്ററൊപ്പമാണ് ഞാൻ മാക്സിമം ടൈം കൊടുക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അഖിലും ഫായിസും ആയിരുന്നു, അവരായിരുന്നു ഏറ്റവും വീക്കർ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ. അവർക്കാണ് ടൈം കൊടുക്കുക. അവിടെ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തത്, വലീജ് സോലി ഇവരൊക്കെ ആയിട്ട്. അതേസമയത്ത് ഞാൻ കുറേയൊക്കെ ട്രെയിൻ ചെയ്ത് എൻ്റെ മുതിർന്നവരൊക്കെ പിന്നെ എൻ്റെ മേത്തുനിന്ന് കൊത്തി ആട്ടും. ഞാൻ അവർക്ക് സ്പേസ്, അവർ ഗ്രോണപ്പായി, അവരിനി അവരുടെ സെൽഫ് എടുക്കട്ടെ എന്നുള്ള ആശയമാണ്. അപ്പോൾ എനിക്ക് തോന്നിടത്തോളം പിന്നെ ഈ ആ ബാച്ചിലെ ആൾക്കാർ പറഞ്ഞു നമ്മളെ ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഒഴിവാക്കരുത് എന്നാണ്. അപ്പോൾ എനിക്കന്ന് ഹെൻറി മിസ്ബർഗിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ കേസ് സ്റ്റഡി എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ടാണ് ഒരു നാടിനെ മാറ്റുന്നത്. രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രൊഫസർ മുള്ളിൻസിൻ്റെ ഒരു കേസിൽ എങ്ങനെ കൂപ്പർട്ടിനോയിലെ സിലിക്കൺ വാലി ബേസിക്കലി അമേരിക്കനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുത്തിരുന്നു. കാരണം ഈ കൂപ്പർട്ടിനോയിലെ സിലിക്കൺ വാലിയാണ് ഇന്നത്തെ ഗൂഗിളിനെയും എല്ലാ ഒരു ന്യൂ ജനറേഷൻ കമ്പനിയും ബിൽഡ് ചെയ്തത്. മൂന്നാമത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സിസ്റ്റം ബർക്ക്ഷയർ ഹാത്വേൻ്റെ വാറൻ ബഫറ്റിൻ്റെ ഓറക്കിൾ ഓഫ് ഒമാഹയിലെ അവരുടെ സ്ഥാപനങ്ങളും വാൻഗാർഡും സോവറിൻ ഫണ്ട്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, അതിന് ഭയങ്കര പവറാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ എക്സിക്യൂട്ടീവ് MBAയിലെ എല്ലാ സ്റ്റുഡൻസും അതപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ എൻ്റെ സ്റ്റാഫും എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ എനിക്ക് തോന്നിയിടത്തോളം ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെക്കാളും മില്യൺ കണക്കിന് വർത്ത് വരും ഇതിലെ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം അത് വലിയൊരു അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത് കുറേ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ മൂന്നും വലിയൊരു മിക്സ് എന്നാണ് സത്യത്തിൽ കൺസോർഷ്യത്തിൻ്റെ എല്ലാ പ്രോട്ടോടൈപ്പും ചെയ്തത്. അപ്പോൾ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയൊരു വേദന എന്തായിരുന്നു പറഞ്ഞാൽ, ഈ ബിസിനസ്സുകാർക്കൊന്നും ലിറ്ററലി ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒരു ദൂരെ വർക്ക് ചെയ്യില്ല ഒരു ചെയർമാൻ CEOൻ്റെ അണ്ടറിൽ. അപ്പോൾ ഇതവർക്ക് ഭയങ്കരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അങ്ങനത്തെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർഷിപ്പിൽ വർക്ക് ചെയ്യൽ, അവരെന്ത് കാര്യങ്ങളും ഡിബേറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ എനിക്കറിയാം സത്യത്തിൽ ഇപ്പോൾ ദുബായിലൊക്കെ ടീമൊക്കെ അവർക്ക് ഞങ്ങൾ തന്നെ ഒരു സാധനം റോങ് ആണെങ്കിൽ അവർ കറക്റ്റ്ലി ഡിബേറ്റ് ചെയ്യും. അങ്ങനെ ആവണം അത് അങ്ങനെയാണ് അത് പോകേണ്ടത്. അതേപോലെ തന്നെ അവർ എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിക്കും. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെയാണ് ലോകനും നാട്ടിലെ എല്ലാ ടീമുകളും അവർക്ക് ഇതാക്കുന്ന നമുക്ക് തോന്നും അവർ അങ്ങനെ ഡിബേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെയാണ് പൊളിറ്റിക്സും ഓർഗനൈസേഷൻസും ഒക്കെ എന്താവേണ്ടത് ഷെയ്പ്പ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ക്രിട്ടിക്കൽ റീസണിങ് അവിടെ വർക്കൗട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കൺസോർഷ്യത്തിൽ എല്ലാ ബിസിനസ്സുകാർക്കും ലൈവായിട്ടൊരു ബോർഡിനെ കാണാം,
എങ്ങനെ ഒരു പ്രൊഫഷണൽ ഈ സാധനം ഓടുന്നതെന്ന് അവർക്ക് കാണാം. അതിൽ നിന്നില്ല ലേണിംഗ് ഒക്കെ അവർക്ക് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഓരോ സ്ഥാപനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലെ ഇടയിൽ കുറച്ച് പേഴ്സണലി ചോദിക്കട്ടെ, ഇപ്പം സാർ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരു വലിയൊരു പരന്ന വായനക്കാരനാണോ? എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? ഈ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എൻ്റെ ഒരു 5th or 6th ഗ്രേഡിന് എന്നെ തിരൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ പിടിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടുന്ന് ഫാദർ തുടക്കട്ടത്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ആയപ്പോഴേക്ക് തിരൂർ മുനിസിപ്പൽ ലൈബ്രറിയിലെ മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് പുസ്തകങ്ങളും വായിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് ലൈറ്റിനോ ഞാൻ കംപ്ലീറ്റ് ചവറായിരുന്നു വായിച്ചിരുന്നൊക്കെ. സിഡ്നി ഷെൽഡറും അതേപോലെ ആർതർ ആക്സ്ലെയും അതേപോലെ തന്നെ ജെയിംസ് ഹാഡ്ലി ചേസൊക്കെ. പിന്നെ ഞാൻ നല്ല ലിറ്ററേച്ചർ വായിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ ഡസ്റ്റോയസ്കിയും ചെക്കോവും അല്ലെങ്കിൽ എന്താ പറയുക പേളസ്ബെക്കും അതേപോലെ തന്നെ അങ്ങനത്തെ ചെറുപ്പത്തിൽ കുറേ ചാൾസ് ഡിക്കൻസും അതേപോലെ തന്നെ മാർക്ക് ട്വെയിൻ്റെ ഒക്കെ പുസ്തകങ്ങളാണെങ്കിൽ കൂടി, പിന്നെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൻ്റെ ഒക്കെ പുസ്തകങ്ങളാണെങ്കിൽ കൂടി, പിന്നെ ലിറ്ററേച്ചറൊക്കെ വായിക്കൽ തുടങ്ങിയത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടാണ്. പിന്നെ അവിടുന്നാണ് എൻ്റെ ഒരു ബ്രദർ എനിക്ക് ആദ്യമായിട്ട് ഖുർആൻ കൊടുന്നു തരുന്നത്, ഒരു ഇമാം യൂസുഫ് അലിയുടെ. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ഈ സാഹിത്യകാരന്മാരൊക്കെ പലതും പറയുമ്പോഴും അവർ നമുക്ക് അവസാനം നമ്മളൊരു എന്താ പറയുക, ഒരു നെഗേഷനിനോ ഒരു തരം ഒരു ശൂന്യതയിലേക്ക് കൊണ്ടുപോകും. അതേസമയത്ത് എനിക്ക് ഖുറാന്റെ ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് എന്താണ്, ഖുറാൻ നമ്മളെങ്ങനെ തലോടും, നമുക്ക് എപ്പോഴും ഒരു സാന്ത്വനം തരും, കെയർ തരും, ഡിപ്രഷൻ ഒഴിവാക്കും. അപ്പോൾ ഞാൻ ഐ വാസ് അഡിക്റ്റഡ് ടു ദാറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 8-9 പ്രാവശ്യമെങ്കിലും ഞാൻ ഖുറാൻ്റെ ഇമാം യൂസഫലിൻ്റെ തർജ്ജമ വായിച്ചിരുന്നത്. ആൻഡ് താങ്ക്സ് ടു മൈ ബ്രദർ ഹു ബോട്ട് ഇറ്റ് ഫോർ മീ. പിന്നെ അതിനുശേഷം പിന്നെ വായന കുറച്ചുകൂടി എന്താ പറയുക, ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക്കായി മാറി. ഒന്നാമത് പിന്നെ ബിസിനസ് റിലേറ്റഡ് കോഴ്സുകളുടെ റീഡിങ് ആയി തുടങ്ങി. അപ്പം അത് ഞാനിപ്പോഴും പേവാൾ കുറേ എടുക്കും. അതേപോലെ തന്നെ എനിക്കൊരു റീഡിങ് ലിസ്റ്റ് ഉണ്ട്, ഞാനത് വായിച്ചു തീർക്കും. പക്ഷെ അത് വായിച്ചു തീർക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ഒരു 100-120 ബിസിനസ്സുകാരായിട്ടെങ്കിലും ഒരു അറ്റ് എ ടൈം സമ്പർക്കം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഈ സമ്പർക്കത്തിലൊക്കെ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എവിടെയൊക്കെയാണ് വേരിയബിൾ അടിക്കുന്നത്, ഇവരുടെ ടോക്കുകൾ ഇതൊക്കെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ ബിഗ് ബിസിനസ്സെല്ലാം ക്ലോസ്ലി ഫോളോ ചെയ്യാം. ബിസിനസ്സുകാരൻ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു 5 പുസ്തകങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ? ഞാൻ ഒരിക്കലും പേഴ്സണൽ റീഡിങ് പറയില്ല. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താക്കണം മനസ്സിലാക്കണം, ഒന്ന് HR-ന്റെ സിസ്റ്റം മനസ്സിലാക്കണം, ഒന്ന് മാർക്കറ്റിങ്ങിൻ്റെ സിസ്റ്റം മനസ്സിലാക്കണം, ഒന്ന് ഫിനാൻസിൻ്റെ സിസ്റ്റം മനസ്സിലാക്കണം, IT-ൻ്റെ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെയാണ് R&D എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നില്ല മനസ്സിലാക്കണം, പ്രോസസ്സുകൾ എങ്ങനെ ബ്ലൂ പ്രിൻ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം, പ്രോസസ്സുകൾ ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ സ്ട്രീമിംഗ് പഠിക്കണം. വാല്യൂ സ്ട്രീമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലേക്ക് TQM-ലേക്ക് ഓർഗനൈസേഷൻ കൊണ്ടുപോകണം. അപ്പം എനിക്ക് തോന്നിയിടത്തോളം ബിസിനസ്സുകൾ ബേസിക്കലി ആ റിസോഴ്സസിനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പം റിസോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലൊരു പുസ്തകം മൈക്കൽ ഹാമറിൻ്റെയും ജീൻ ചാമ്പിയുടെയും ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ്. TQM-ൻ്റെ ഒരു പുസ്തകം എസെൻഷ്യലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മൂന്നാമത് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു പുസ്തകം കോർപ്പറേറ്റ് ലെവലും ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കാൻ ജിം കോളിൻസിൻ്റെ ഗുഡ് ടു ഗ്രേറ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നത്തോളം ഇതൊക്കെ ഞാൻ ഒരു ഓർഗനൈസേഷണൽ ആംഗിളിൽ നിന്നാണ് മനസ്സിലാക്കണം. ഇതൊന്നും ഒരിക്കലും ഒരു പേഴ്സണൽ ഒരു സെൽഫ് സ്റ്റൈൽ ലേണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പിനും എല്ലാം ഞാൻ പറയുന്നുണ്ട്. കാരണം അതൊരു സെപ്പറേറ്റ് വിഭാഗമായിട്ട് മനസ്സിലാക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നിടത്തോളം കുറച്ചും കൂടി കോംപ്രഹെൻസീവായിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിടത്തോളം നമ്മളെ നാട്ടിൽ തന്നെ സ്കെയിൽഡ് ബിസിനസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ നല്ല എക്സിബറൻസ് ഇല്ല ഓൺട്രപ്രിനേഴ്സിനെ, യങ്സ്റ്റേഴ്സിനെ ആയിട്ടുള്ളൊരു മിക്സ്, അതേപോലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടെക് ഡ്രിവൺ കമ്പനീസിനെ ഫോളോ ചെയ്യൽ, ഇതൊക്കെ നമ്മളെ കുറേ കൂടി നമ്മളെ തോട്ടിനെ ഷേപ്പ് ചെയ്യുന്നൊരു വിശ്വാസക്കാരൻ. എനിക്ക് തോന്നുന്നത് സാറ് ഒരു പുസ്തകം എഴുതണമെന്നാണ്. കുറച്ചുകൂടി ഈ അറിവുകളൊക്കെ ഒന്ന് സംക്ഷിപ്താക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു പുസ്തകം സാറ് എഴുതാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ എൻ്റെ ഒരു വ്യൂ ഓഫ് ദി വേൾഡ് ഈസ് ലൈക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന ബിസിനസ്സുകാരൻ മുതൽ എനിക്ക് എത്ര ആയുസ് ഞാൻ എത്ര വരെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ആ ടൈം വരെയുള്ളൊരു സ്റ്റുഡൻറ്റും ഈ സിസ്റ്റംസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ആ സിസ്റ്റംസിനെ കൊണ്ടുപോയിട്ട് ഒരു IPO-യിൽ ലിസ്റ്റ് ചെയ്തിട്ട് അതിലെ കോർ ടീമിനെ മൾട്ടി മില്യണേഴ്സാക്കി സൊസൈറ്റിയിൽ ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് വലിയ കൺസോർഷ്യംസ് ഉണ്ടാക്കി സ്കൂളുകളെയും കോളേജുകളെയും യങ്സ്റ്റേഴ്സിനെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിച്ച് എഡ്ടെക്കിനും ഫിൻടെക്കിനും പ്രോത്സാഹിപ്പിച്ച് ഒരു സൊസൈറ്റീൻ്റെ ടോട്ടൽ റിഫോം ഉണ്ടാക്കുന്ന കൊടുക്കലില്ല വലിയൊരു ബിസിനസ്സുകാരായിട്ട് അമേരിക്ക ഏതുപോലെ മാറിയോ അതേപോലെ എൻ്റെ നാട്ടിലും ബിസിനസ്സുകാരെ മാറ്റാനാണ്
അല്ല, അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമായിരുന്നല്ലോ റോയൽ ഡ്രൈവിന്റെ ഒരു കേസ് സ്റ്റഡി. വളരെ അതെ ഇപ്പം വളരെ റീസെന്റ് അതൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അത് മാർക്കറ്റിങ്ങിന്റെ വലിയ ഗുരുവാണ് പിന്നെ പ്രൊഫസർ പോട്ടർ, അല്ല പ്രൊഫസർ കോട്ട്ലർ. കോട്ട്ലർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന്റെ ഫസ്റ്റും ലാസ്റ്റും നെയിമാണ്. നമ്മൾ MBA ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട്. അപ്പോൾ അദ്ദേഹം റോയൽ ഡ്രൈവ് മുജീബ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം സ്ട്രാറ്റജിയുടെ ഒരു ഡെഫിനിഷൻ പലപ്പോഴും അതൊരു ലോങ് ടേം കോഴ്സ് ഓഫ് ആക്ഷനാണ്. അതായത് റിസോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷനായിട്ടാണ് കെവിൻ ഷോൾസും അതേപോലെ തന്നെ എന്താ പറയുക ഷോൾസ് പറഞ്ഞത്. അതേ സമയത്ത് ഹെൻറി മിൻസ്ബർഗ് പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവം സ്ട്രാറ്റജിനെ ഒരിക്കലും പ്രിസ്ക്രിപ്റ്റീവ് ആക്കരുത്, അത് റേറ്റ് ഓഫ് ചേഞ്ച് സൊസൈറ്റിയിൽ ഭയങ്കര ഹൈ ആണ്. അത് നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് എന്താക്കണം, ചേഞ്ചിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുത്ത് പഠിക്കണം. അതിന് എമർജൻ്റ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ സ്ട്രാറ്റജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ശരിക്കും ഹാർവാർഡിയനായിട്ടുള്ള മൈക്കിൾ പോർട്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം എപ്പോഴും പറയുന്നത് ഒരു പൊസിഷൻ എടുക്കുന്ന ബിസിനസ്സാണ് കറക്റ്റ് എന്നുള്ളതാണ്. പൊസിഷൻ എടുത്തുള്ള ബിസിനസ്സുകാരാണ് അമേരിക്ക. ഒരു ക്വാളിറ്റേറ്റീവ് പൊസിഷൻ എടുത്തത്. ക്വാളിറ്റേറ്റീവ് ഒരു ഇലക്ട്രിക്കൽ ഗൂഡ്സിൻ്റെ പൊസിഷൻ എടുത്ത ആളാണ് കൊച്ചി ചിറ്റിലപ്പള്ളി. അതുപോലെ നിഷിൻ തസ്ലീം, മറ്റേ മോറിക്കാപ്പ് ഉണ്ടാക്കിയ നിഷ്ക ഉണ്ടാക്കിയ, അതേപോലെ പൊസിഷൻ എടുത്ത ബിസിനസ്സുകാരനാണ് ഷംസുദ്ദീൻ നെല്ലറ. പിന്നെ അദ്ദേഹത്തിൻ്റെ നെല്ലറ ഫുഡ്സിലും അദ്ദേഹത്തിൻ്റെ അഡ്രസ് ഡ്രസ്സിലൊക്കെ അതേപോലെ പൊസിഷൻ എടുത്ത ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ റോയൽ ഡ്രൈവ് മുജീബും. അപ്പോൾ എനിക്ക് തോന്നിടത്തോളം ഇന്നത് ഇന്ത്യയിലെ വലിയൊരു ഗ്രൂപ്പ് അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു 5 ഇങ്ങനത്തെ ഫേമിൽ പെട്ട ഒരു ഫേമായിട്ടാണ് അവർ വരെ കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര അമേസിങ് ആണത്. അപ്പോൾ പിന്നെ എനിക്കതിലൊരു ഒരു മാധുര്യമേറുന്നൊരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്പ്രൗട്ട് അപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ ഞാൻ സാറ് ഒബ്സർവ് ചെയ്തൊരു കാര്യം, സാർ ഇപ്പം ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ റിലീജിയൻസ് കാര്യങ്ങൾ പറയാറുണ്ട്. സാറിൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു നദി പോലെ ഇങ്ങനെ ടോപ്പിക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, മാഷാ അല്ലാഹ്. അപ്പം ഇതിൽ ഞാൻ നോക്കുന്നത് അതിനിടയിൽ സിനിമകൾ വരാറുണ്ട്. ഇപ്പം നേരത്തെ വായനയുടെ നമ്മൾ അവസാനിപ്പിച്ചു, വായനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വായന പോലെ തന്നെ ഇപ്പം മൈക്രോയുള്ള ഇവൻ റീസെൻ്റായി ഇറങ്ങിയ മലയാളം ഫിലിമിലെ ന്യൂ ജനറേഷൻ ട്രെൻഡ് വരെ സാർ അത് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നില്ല, അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. എനിക്കും ഒരു ഭയങ്കര സഖാവായൊരു ബാപ്പുണ്ട്. അപ്പം ഇഷ്ടം ഭയങ്കര ഒരു മൾട്ടി ഫാസറ്റഡിനോ ഒരു റീഡറും, അതേപോലെ തന്നെ ഇങ്ങനെ ഇഷ്ടം നന്നായിട്ട് വയലിൻ വായിക്കും, ഇഷ്ടം നന്നായിട്ട് ഹാർമോണിയം വായിക്കും, തബല അറിയും, പാടും. അപ്പം ഇനി ഇതിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് നോക്കരുത്. അപ്പം ഞാൻ പിന്നെ ബേസിക്കലി കുറേ കാലമൊക്കെ ശാസ്ത്രീയ സംഗീതം കീർത്തനം വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, സ്കൂളിലൊക്കെ ഡ്രാമകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി എപ്പോഴും സിനിമ ആസ് ഫോം ആൻ ആർട്ടിനോ ഞാൻ എപ്പോഴും ക്ലോസ്ലി ഒബ്സർവ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും നല്ല 2 സംവിധായകരായിരുന്നു പത്മരാജനും ഭരതനൊക്കെ. പിന്നെ അവരൊക്കെ മരണശേഷം പിന്നെ എനിക്ക് ഭയങ്കര നിരാശ വന്ന് ഞാൻ പിന്നെ മലയാളം ഫിലിമൊന്നും കാണില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിടത്തോളം പിന്നെ ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ഈ ആഷിഖ് കപൂർ ഒക്കെ വന്നതിന് ശേഷം എനിക്ക് മൂവീസ് മലയാളം സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ഇറക്കുന്ന ഒരു മലയാളികളാണ്. ആ ഒരു മലയാള സിനിമേൻ്റെ ഒരു വല്ലാത്ത പറഞ്ഞാൽ ഒരു വല്ലാത്ത ലൈനിലേക്ക് അത് വരൽ തുടങ്ങി. നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലോക്കാന്നൊക്കെ പറഞ്ഞ പടത്തിൽ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കാളിയാട്ട് നീലിയൊക്കെ ഒരു യക്ഷിയാണ്. യക്ഷി ഒരു ഫ്രിഡ്ജിൽ ബ്ലഡിൻ്റെ പാക്കറ്റൊക്കെ വെച്ച് കുടിച്ച് ജാക്കറ്റൊക്കെ ഇട്ട്, അതായത് വെള്ളസാരി ഇടേണ്ട നീലി ശരിക്കും ജാക്കറ്റൊക്കെ ഇട്ട് ഒരു മാർവൽ ടൈപ്പിലൊക്കെ പോകുന്ന രീതിയിലേക്ക് മലയാള സിനിമ ആയില്ലേ. അപ്പം അതൊക്കെ അത് ഒരു ബീങ് എ മലയാളി മല്ലു എന്നുള്ള നിലയിൽ പിന്നെ എൻ്റെ നാടിൻ്റെ ഒരു സ്പന്ദനല്ലേ. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഭക്ഷണവും യാത്രയും എനിക്കൊന്ന് അതിലേക്കും കൂടി ഭക്ഷണം ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ എനിക്കെൻ്റെ ഒരു പിന്നെ അമ്മായി ഉണ്ട്, ഞങ്ങളെ കുറ്റിപ്പുലാൻ ഫാമിലിയിലെ അമ്മായിക്ക് തടിച്ച കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോടൊപ്പം അമ്മായിക്ക് ഞാൻ മെലിഞ്ഞാറ് പ്രാവശ്യം ഡയറ്റ് ചെയ്തുകൊണ്ട് എന്താണ് എന്റെ കോലം എന്ന് ചോദിച്ചോട്. സ്നേഹമുള്ള ആൾക്കാരെ അപ്പൊ എനിക്ക് എന്നോട് എന്താണ് ഈ തടിച്ചിക്കണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ എനിക്ക് ദേഷ്യമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാര് ഫുഡ് കഴിക്കുന്നില്ലേ, ഫുഡ് കഴിച്ചോ, ഫുഡ് നല്ല കഴിക്കുന്നില്ല എന്നുള്ള ആൾക്കാരാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനൊരു ഫുഡിയാണ് ബേസിക്കലി. അപ്പോൾ എൻ്റെ ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ഞാൻ എപ്പോഴും
നടൻ മധുവിനെയാണ് ആലോചിക്കാറ്. മധു ഇപ്പോഴും വലിയ വയസ്സായിക്കണം, എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. കഴിക്കും. അദ്ദേഹത്തിൻ്റെ തടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ ഒബിയസ്ലി ഹെൽത്ത് വൈസ് നമ്മൾ നോക്കണം. ഞാൻ അതിനെ നെഗേറ്റ് ചെയ്യല്ല. നിങ്ങളാരെങ്കിലും ജിമ്മോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കണം. ഇത് ജസ്റ്റ് എൻ്റെ പെർസെപ്ഷൻ ഞാൻ തീർച്ചയായും പറയാം. ഓരോരുത്തർ വ്യക്തിപരമായ അപ്പോൾ അഭിപ്രായം. ഞാൻ ഒന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ പലപ്പോഴും എല്ലാ വർഷവും ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ നമ്മളെ കംപ്ലീറ്റ്ലി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ ലോഗോ എഴുതലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്കിപ്പോഴും 1993 ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റെർലിംഗ് ഹോൾഡർ റിസോർട്ട് കൊണ്ടുവന്നപ്പോഴും ഫാദറിനോട് പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് റിസോർട്ട് ടൈം ഷെയർ എടുത്തുകൂടാ, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഫാദർ ഇങ്ങനെ ഒരു ഗ്ലോബൽ മൂവ്മെൻറ്റിൽ ഏറ്റവും നല്ലത് US ഡെവലപ്മെൻറ്റ് നടക്കണ വെച്ചിട്ട് US വിട്ട് US സിറ്റിസൺഷിപ്പ് എടുത്ത ആളാണ് ജ്യേഷ്ഠന്. അപ്പോൾ എന്നോടും എപ്പോഴും ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സ്ട്രോക്ക് വരുന്ന മുമ്പ് വരെ എനിക്ക് തോന്നത്തുള്ള ഞാനും മൂപ്പരും കൂടി കുറേ മിഡിൽ ഈസ്റ്റ് ട്രാവൽ ചെയ്തിരുന്നു. രണ്ടാമത് അദ്ദേഹത്തിനെ ഞാൻ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ കാശൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്തിനാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഞാനാണ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ അതവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആസ് എ കോണ്ടിനെൻറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ട്രാവൽ ചെയ്യാൻ ആഫ്രിക്കയിലേക്കാണ്, ബാക്കി എല്ലാ കോണ്ടിനെൻറ്റും. ഈ അടുത്ത് ഒരുപാട് യാത്രകൾ കണ്ടു സാറെ, വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൺസോർഷ്യംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ മലയാളി പൊള്ളിയാണെന്ന് പറയാറുണ്ട്. ഇപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് നോക്കിയാലും നിങ്ങൾക്കൊരു മലയാളിനെ കാണാം, എസ്പെഷ്യലി അവിടെ സംരംഭകരെ കാണാം. ആ ഒരു ഓവറോൾ ഈ ഒരു 25 years ജേണി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ജേണി ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഹൗ യു സാറ്റിസ്ഫൈ? ലേണിങ്ങിനൊരു കൺക്ലൂഷൻ ഇല്ല, യാത്രക്കൊരു കൺക്ലൂഷൻ ഇല്ല. ഞാൻ എൻ്റെ പേരെപ്പോഴും വെക്കൽ നൊമാഡായിട്ടാണ്. ഈ നൊമാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്തത്. എനിക്ക് വീടില്ല, എപ്പോഴും വീടില്ലാത്തവനാണ്. അപ്പം ഒരു നൊമാഡിനെ സംബന്ധിച്ച് എന്താ വീട് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ നൊമാഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മൾ എന്താ പറയുക പറയുക, പിന്നെ ഈ നാടോടികൾ ഏത് ഏരിയ പോകുന്ന ആ ഏരിയ അവരെ വീടാക്കിയിട്ട് തമ്പടിച്ചിട്ട് അങ്ങനെ അവർ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാനൊരു നൊമാഡാവാൻ ആഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ യാത്രയിൽ എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു കൺക്ലൂഷൻ വരുന്നില്ലേ. ഞാൻ പലപ്പോഴും യാത്രയിൽ സ്ഥലത്തെത്തിയ സ്ട്രക്ചേഴ്സ് ഒന്നും കാണുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ജേണിനെയാണ്. ആ ജേണി ഇങ്ങനെ പോക്കിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മൂന്നാമത് ലേണിംഗ് ഞാൻ പറഞ്ഞു, ഞാനൊരിക്കലും അത് കൺക്ലൂഡ് ചെയ്യില്ല. കാരണം iPhone 17 ഒരിക്കലും ആപ്പിൾ കൺക്ലൂഡ് ചെയ്യുന്നില്ല, ടൊയോട്ട ക്രിസ്റ്റ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യുന്നില്ല, ടെസ്ല ഒരിക്കലും കൺക്ലൂഡ് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ മാത്രം എന്തിനാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്? സംരംഭകരോട് ആ എഡ്യൂക്കേഷൻ യാത്ര തുടരട്ടെ, അത് തുടരണം. അതിന്റെ നിങ്ങളുടെ കൂടെ പല എന്താ പറയുക, നിങ്ങളുടെ ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേണിയിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ ഒരുപാട് എന്താണ് പറയുക IPO ലിസ്റ്റ് ചെയ്യുന്ന, അത് ലോകത്തിൽ എന്താണ് പറയുക ലോകം അറിയപ്പെടുന്ന മലയാളി ഓൺട്രപ്രണേഴ്സിനെ എനിക്ക് ഇന്നലെ പറയാൻ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഷമീർ, മെഡോൺ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഷമീർ പിന്നെ എന്താ പറയുക, മറ്റേ ഇവിടെ നമ്മളുടെ വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ശിഹാബ് തങ്ങളുണ്ട്. അപ്പോൾ അവർ ഒരു പുതിയ കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. ആ കൺസോർഷ്യത്തിൽ 50 പേരുണ്ട്. നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഹാരിസ്ക, ബിസ്മി, അതേപോലെ തന്നെ അയ്യൂബ് കല്ലട, അതേപോലെ തന്നെ സിദ്ദീഖ് ഭായ്, തൽഹത്ത്, അതേപോലെ തന്നെ നൗഷാദ്, ഇവരൊക്കെ കൂടി ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ അപ്പോൾ ആ ഒരു കൺസോർഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ മാസവും IPO-നെ പറ്റി മാത്രമാണ് ചർച്ചകൾ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഷമീറിനോട് പറഞ്ഞു, ഷമീർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഭയങ്കര ഇതായി. ഞാൻ ഇന്നിപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കണ്ടാണ്, ജമീൽ ഒപ്റ്റിക്കൽസിൻ്റെ അഷ്റഫിനോട് പറഞ്ഞു, അഷ്റഫ് നിങ്ങൾ എന്തായാലും പോയിട്ട് അതിലെന്താണോ ജോയിൻ ചെയ്യണം എന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ മൂവ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് നമ്മൾ വീണ്ടും എന്താവല് ഉയർന്ന് പോക്ക്. ഇപ്പം നമ്മൾ അവസാനിപ്പിക്കുമ്പം ഇതുപോലുള്ള ഒരുപാട് ലീഡേഴ്സും ഓൺട്രപ്രണേഴ്സാണ് ഒരു സൊസൈറ്റിയുടെ എന്താ പറയുക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. അപ്പം ഇത്തരം ഓൺട്രപ്രണേഴ്സിനെ വളർത്തിയെടുക്കൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു എന്താണ് പറയുക ഒരു റെസ്പോൺസിബിലിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെന്താണ് പറയാനുള്ളത്? എല്ലാവരും നമ്മളെ കോഴ്സിനെ പോസിറ്റീവ്ലി എടുക്കണമെന്നില്ല, എല്ലാവരും നമ്മളെ കോഴ്സിനെ പോസിറ്റീവ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഓർഗനൈസേഷനുള്ളും അല്ലെങ്കിൽ പുറത്തൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളെ ഓർഗനൈസേഷനുള്ളിൽ എല്ലാവരും ശരിയല്ലെങ്കിലും ചിലർ ശരിയുണ്ട്, ആണോ അല്ലേ? ആ ശരീനൊപ്പം ചേർത്ത് പിടിക്കുക. അതേപോലെ തന്നെയാണ് സമൂഹത്തിലും കുടുംബത്തിലൊക്കെ എല്ലാവരും നമ്മളെ പോസിറ്റീവ്ലി കാണണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഉപ്പ, ഞാനിപ്പോൾ 45 ദിവസത്തോളം യൂറോപ്പിലേക്ക് യാത്ര വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ എന്നെ ഫോൺ ചെയ്യാൻ ക്ലാസ്സിലേക്ക് ഇറങ്ങുമ്പോൾ
ഞാനിപ്പോൾ എന്നെ മോൻ എന്ന് പറഞ്ഞ പദവിയിൽ നിന്ന് ഒഴിവാക്കും, ഇപ്പോൾ 1 മണിക്കൂറിൽ ഇവിടെ വരണമെന്നില്ലേ. ഉപ്പാനോട് ആരോ പറഞ്ഞിങ്ങനെ ഞാൻ കൊണ്ടോട്ടൊരു കീഴ്ശ്ശേരി മൊയ്തുണ്ട്, ഇങ്ങനെ നാടും വീടും കുടുംബമൊക്കെ വിട്ട് ഇങ്ങനെ പോണ ഒരുത്തൻ, ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നില്ലേ ഭാര്യനും കുട്ടിനൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഉപ്പന്നെ മോൻ്റെ പദവിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ക്ലാസ്സൊക്കെ ഒഴിവാക്കി ഉപ്പനെ കാണാൻ പോയി. ഞാൻ ഉപ്പനോട് പറഞ്ഞു, ഉപ്പ അതൊന്നുമില്ല, ഞാൻ പോയത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൻ്റെ എന്താ പറയുക, ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലോകം എന്ന് പറഞ്ഞൊരു കൺസോർഷ്യത്തിൻ്റെ എന്താ പറയുക വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ടില്ല, എന്താ പറയുക സ്കാൻഡിനേവിയൻ കൺട്രീസിനെ പറ്റി പഠിക്കാനും ഈസ്റ്റേൺ യൂറോപ്പിലെ പോളണ്ടിൻ്റെ കാര്യങ്ങൾ, പോളണ്ടിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു തോന്നില്ലത്. അപ്പോഴാണ് ഇപ്പോൾ ഓക്കെ ആയത്. അപ്പോൾ ഉപ്പാക്കി കൊടുക്കുന്ന ഒരു ടീം എൻ്റെ കുടുംബത്തിലും ഉണ്ട്. അവരിതിനെ മല്ലിട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതെ, യാത്ര തുടരുക എന്നില്ലാണ്. അപ്പൊ അത് എന്റെ സ്ഥാപനത്തിന്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്, പുറത്തെ സൊസൈറ്റിയിലും അതാണ്, ഫാമിലിയിലും അത് തന്നെയാണ്. അപ്പൊ നമ്മളുടെ കോസിന് ആരൊപ്പം നിൽക്കുന്നത് അവരെ ചേർത്ത് പിടിക്കുക, മറ്റൊരു ഇത് കണ്ട അവസാനം വന്നോളൂ. തീർച്ചയായിട്ടും വരും. എനിക്ക് ലാസ്റ്റിലത്തെ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മളിപ്പോ സാറ് പറഞ്ഞതൊക്കെ സക്സസ്ഫുൾ ആയ ഓൺട്രപ്രണേഴ്സിന്റെയാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ആണ് കൂടുതലുണ്ടാവുക. ഇപ്പം ഏതൊരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആളുകളിലാണ് ഡൊമൈൻ നമുക്ക് പേരുകൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ഓരോ ദിവസവും രാവിലെയും ഒരുപാട് ചലഞ്ചുകളായിട്ട് പൊരുതുന്ന ഒരുപാട് SME സെക്ടറൊക്കെ ഉള്ള ഒരുപാട് ഓൺട്രപ്രണേഴ്സ് നമ്മുടെ ഓഡിയൻസ് ആയിട്ടുണ്ട്. അവരോട് ഒരു ഫൈനൽ മെസ്സേജ് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നത്തില്ല, ഞാനൊരു മുസ്ലിമാണ്, അപ്പോൾ ഞാൻ മറ്റു മതങ്ങൾ അധികം പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുറച്ചെങ്കിലും എൻ്റെ സമയത്തിൽ ഞാൻ പിന്നെ എൻ്റെ ഒരു നാളത്തെ ലൈഫും സ്പിരിച്വാലിറ്റിയും പഠിക്കാൻ ഇസ്ലാമിനെ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ ബനൂ ഇസ്രായേലിയരുടെ കാലത്ത് ഒരു ഹദീസാണ്, ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹം 99 ആൾക്കാരെ കൊന്നു. ഈ 99 ആൾക്കാരെ കൊന്നപ്പോൾ അദ്ദേഹം എന്തായാലും മനുഷ്യരെ ജീവെടുക്കുന്നവരാണ്, നരകത്തിൽ പോകേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക മരണത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം സ്വർഗത്തിലാണോ നരകത്തിലാണോ അവകാശികൾ എന്നുള്ളത് മലക്കുകൾ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അവസാനം കൊടുത്ത 2 പണ്ഡിതന്മാരുടെ അടുത്ത് അദ്ദേഹം പോകുന്നുണ്ട്. ഒരു പണ്ഡിതൻ പറഞ്ഞു, നീ ഇത്ര ആൾക്കാരെ കൊന്നുകൊണ്ട് നരകം ഉറപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് കൊല്ലും. വേറൊരു പണ്ഡിതൻ പറയും, നല്ല ആൾക്കാരെ കുറച്ച് ഗ്രൂപ്പുണ്ട്, അവിടെ പോയിട്ട് നീ അവരൊപ്പം നിന്നിട്ട് എന്താവണം, നന്നാവാൻ ശ്രമിക്കണം എന്നില്ലേ. എത്ര സ്ട്രഗിളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്ര ചെറുതും മിഡൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു സജഷന് നല്ല പോസിറ്റീവ് ഇല്ലേ, എക്സ്പീരിയൻസ് ഇല്ലേ, ലേണിങ്ങിനോട് താല്പര്യമില്ല ഒരു കൂട്ടം ബിസിനസ്സുകാരൊപ്പം കൂടുമ്പോൾ ഈ ഉണക്ക കൊള്ളിൻ്റെ ഒപ്പം നനഞ്ഞ കൊള്ളിയും വെച്ച് കഴിഞ്ഞാൽ എന്താവും, കത്തൂലേ, കത്തും. അതേപോലെ അവരും കത്തും. ഓറിയൻറ്റേഷൻ ഡേ ഉണ്ട്. അതേപോലെ ജനുവരിയിൽ ഇവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്, എക്സിക്യൂട്ടീവ് MBA-നൊക്കെ. അപ്പോൾ 4th ബാച്ച്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ വരിക. അതിൽ സ്കെയിലിൽ ബിസിനസ്സുകാരുണ്ടാവും, അതേപോലെ തന്നെ അതിൽ മിഡ് സൈസ് ബിസിനസ്സുകാരുണ്ടാവും, അതിൽ വളരെ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാരുണ്ടാവും. ഈ സ്കെയിലിൽ ബിസിനസ്സുകാരൻ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാരനെ കാണണം, സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാരൻ സ്കെയിലിനെ കാണണം. അപ്പോഴാണ് ഇവർ തമ്മിൽ ലേണിംഗ് എടുക്കുള്ളൂ. അപ്പോൾ അമേരിക്കയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബിഗ് ബിസിനസ്സുകാരൊക്കെ ചെയ്യൽ ഈ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാരെ അക്വയർ ചെയ്യലാണ്, ആണോ അല്ലേ? കാരണം അവർക്ക് ഇന്നോവേഷൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഗ്രോത്ത് കണ്ടിട്ട്. സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ക്യാപിറ്റൽ ഇല്ലാത്തതാണ്. അവർക്ക് ഈ സ്കെയിലിലെ ബിസിനസ്സുകാർ ക്യാപിറ്റലും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ് ജനുവരിയിലെ ക്ലാസ്സൊക്കെ. അപ്പോൾ എനിക്ക് ഫ്രാൻ ചോദിച്ച ഇതിൻ്റെ ഒരു ഉത്തരം, അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലൊക്കെ ഹാലാത്ത് തോടി തീർക്കലിയേ. പനി എന്ന് പറഞ്ഞൊരു ഹാലാത്ത് മരുന്നടിച്ചാൽ എന്താ പോവും, ദാഹം എന്ന് പറഞ്ഞൊരു ഹാലാത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പോവും. ഹാലാത്ത് സ്ട്രഗിള് അത് കുറച്ച് സമയത്തിലേക്കുള്ള അതിനുള്ള മരുന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ. സോ ഒരുപാട് എന്താണ് പറയുക, എനിക്ക് തോന്നുന്നു ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരുപാട് മേഖലയിലൂടെയുള്ള ഒരുപാട് അറിവുകൾ. ഇപ്പോൾ ഫൈസൽ സാറോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം സ്ക്രിപ്റ്റ് ഒന്നും വർക്കൗട്ട് ആവില്ല. കാരണം ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കേട്ട് എനിക്കെപ്പോഴും ഒരു നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കാൻ എനിക്ക് മാത്രമല്ല ഒരുപാട് ഓഡിയൻസിനും ഒരുപാട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒരുപാട് വാല്യൂസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു തുടക്കം മാത്രം, ഇതിന് ഫസ്റ്റ് എപ്പിസോഡാണ്. വി വിൽ കണ്ടിന്യൂ. സോ താങ്ക് യു. വിൽ സൈനിങ് ഓഫ്.